blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഈ എപ്പിസോഡ് 3 വ്യക്തികൾ ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്നവർ ആരാണെന്ന് അറിയണ്ടേ? ജോസ് കേസ് ആൻഡ് ഫാമിലി ഫ്രം പറവൂർ, അതുപോലെ തന്നെ ഷിജു ജോൺ ഫ്രം ബാംഗ്ലൂർ, ഷിജു ആൻഡ് രശ്മി ഫ്രം USA. ഈ കുടുംബത്തിന് വേണ്ടി, ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോസ് കേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു നല്ല ഭവനമുണ്ടാകട്ടെ. തൻ്റെ 3 മക്കളെയും കർത്താവ് അവരുടെ വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷിജു ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ബ്രദറിലോ മോൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിജുവിനും ലക്ഷ്മിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആരോഗ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ സ്റ്റീവിൻ്റെ ബർത്ത്ഡേ കർത്താവെ 4-ാം തീയതി ആഘോഷിക്കുമ്പോൾ ദൈവമേ, ആ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദൈവിക സന്ദേശമാണ്. അടൂരിൽ നടന്ന ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്ന ദൈവിക സന്ദേശം ബ്രദർ ഡാമി നൽകിയ ആ സന്ദേശം ഇപ്പോൾ നമുക്ക് കേൾക്കാം. എബ്രായ ലേഖനം 9:15, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 15. For this reason Christ is the mediator of a new covenant. യേശു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഉടമ്പടികളെ കുറിച്ച് ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. ദൈവം പണ്ട് മുതൽ എന്ന് വെച്ചാൽ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയത് മുതൽ പല പ്രാവശ്യം ദൈവം മനുഷ്യരുമായി ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ കരാറല്ല. കരാർ എന്ന് പറഞ്ഞാൽ 2 പേർ തമ്മിൽ വരുന്നൊരു എഗ്രിമെൻ്റാണ്. അതിലൊരാൾ പിന്മാറിയാൽ ആ കരാർ ലംഘിക്കപ്പെട്ടു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മാറാൻ പാടില്ലെന്നുള്ളതാണ്. അവർ അവസാനം വരെയും പറയുന്ന നിബന്ധനകൾ അനുസരിച്ച്, ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കണം. ദൈവം ആദ്യം മുതൽ മനുഷ്യരുമായി പല ഉടമ്പടികൾ വയ്ക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായ ശേഷം നമ്മളവിടെ കാണുന്നത് ദൈവം ഒരു ഉടമ്പടി നോഹയുമായി ചെയ്തു. മഴവില്ല് ആകാശത്തിൽ വെച്ച ശേഷം ദൈവം പറഞ്ഞു, ഇനി ജലപ്രളയത്താൽ ഭൂമിയെ മുഴുവൻ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല എന്ന് വെച്ചാൽ മൊത്തമായ ഒരു ഫ്ലഡ്, ഒരു ജലപ്രളയം ഇനി ഉണ്ടാകുകയില്ല. അതിനുശേഷം ഇന്ന് വരെ ആ രീതിയിലുള്ള ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല. കാരണം അതൊരു ഉടമ്പടിയാണ്, മനുഷ്യകുലവുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ദൈവം അതിൽ നിന്നും മാറുകയില്ല. തുടർന്ന് അങ്ങോട്ട് പല പല ഉടമ്പടികൾ അബ്രഹാമിൻ്റെ കാലത്ത്, മോശയുടെ കാലത്ത് ഒക്കെ പലരോടും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് മോശയുടെ കാലത്ത് ദൈവം മനുഷ്യരോട് ചെയ്ത ഉടമ്പടി. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു പഴയ ഉടമ്പടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ
യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ ഉടമ്പടി അവൻ നമ്മളുമായി ചെയ്തിരിക്കുകയാണ്. ഈ പുതിയ ഉടമ്പടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കാലത്ത് ദൈവത്തിൽ നിന്നും ശരിയായ വിടുതലുകളും അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അത് വിസ്തരിച്ച് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് എ ന്യൂ കവനന്റ്. യേശു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. കാരണം അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, that those who are called may receive the promised eternal inheritance. വാഗ്ദത്തം ചെയ്യപ്പെട്ട നിത്യമായ ഒരു അവകാശം, നിത്യമായ ഒരു അവകാശം ദൈവം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. ദൈവത്തെ ദൈവമെന്ന് മാത്രം കണ്ടാൽ പോരാ, ദൈവത്തെ സർവശക്തനായ ദൈവമായി കണ്ടാൽ പോരാ, ദൈവത്തെ സ്രഷ്ടാവായി കണ്ടാൽ പോരാ, ദൈവത്തെ സ്വന്തം പിതാവായി കാണണം. ദൈവത്തെ സ്വന്തം പിതാവായി കാണുന്നവർക്ക് ഭൂമിയിലെ പിതാവില്ലെങ്കിലും പരാതി ഉണ്ടാവില്ല. ഒത്തിരി പേർക്ക് പരാതിയുണ്ട്, ചെറുപ്പത്തിലെ ഫാദർ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ നോക്കാൻ ആരുമില്ല. ഇതൊന്നും പറയണ്ട. കാരണം നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ദൈവത്തെക്കാൾ വലിയവനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമ്മുടെ സ്വർഗത്തിലെ പിതാവ് ഭൂമിയിലെ പിതാവിനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പിതാവിൽ ആശ്രയിക്കുമ്പോൾ ഭൂമിയിലെ പിതാക്കന്മാരിൽ നിന്നും നമുക്കൊരവകാശം ലഭിക്കുന്നെങ്കിൽ, സ്വത്തിൻ്റെ ഓഹരി ലഭിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അവകാശത്തിന് പറയുന്ന പേരാണ് നിത്യ അവകാശം. എന്ന് വെച്ചാൽ ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത, ആരും തട്ടിക്കൊണ്ടുപോകാത്ത, വേറെ ആരും വ്യാജ ആധാരമുണ്ടാക്കി എഴുതിക്കൊണ്ടു പോകാത്ത നിത്യമായൊരു അവകാശമാണ് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഒത്തിരി പേർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പൊരുളുകളും ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ. അവരവർക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലേലും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിത്യ അവകാശമുണ്ടെന്നുള്ളത് ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെടുന്നതും സങ്കടപ്പെടുന്നതും എല്ലാം. ദൈവം നമുക്ക് ഒരു നിത്യ അവകാശം ഒരുക്കിയിട്ടുണ്ട്. ഈ നിത്യ അവകാശം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി മാറി. ഹല്ലേലൂയ. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നിൽക്കുന്നയാളാണ്. മധ്യസ്ഥൻ ആരാണ്? മധ്യത്തിൽ നിൽക്കുന്ന ആളാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായാൽ ചിലപ്പോൾ അവർ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചുകൊണ്ട് വരും. അവരുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം പറഞ്ഞു തീർക്കണം. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു വിട്ടു, പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി. പെൺകുട്ടി വീട്ടിലേക്ക് പോന്നു. ഇനി രണ്ട് വീട്ടുകാരെയും പെൺകുട്ടിയെയും ചെറുക്കനെയും തമ്മിൽ രഞ്ജിപ്പിക്കാൻ സാധാരണ ചെയ്യുന്ന എന്താണ്? അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി മധ്യസ്ഥതയിൽ പ്രശ്നങ്ങളെല്ലാം തീർക്കും. ഇതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ നിൽക്കുന്ന ആളാണ് യേശു കർത്താവ്. എത്ര പേർക്കത് മനസ്സിലായി? ബൈബിൾ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നത് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലുള്ള മധ്യസ്ഥനാണ് മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു. യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയ്ക്ക് നിൽക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. ഏതൊരു മധ്യസ്ഥനും അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, ആർക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നോ ആ രണ്ട് പാർട്ടികളുടെയും ഗുണഗണങ്ങൾ ആ വ്യക്തിക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ രണ്ട് പാർട്ടികളെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ മധ്യസ്ഥനായി നിൽക്കുന്നയാൾ പറയുന്ന തീർപ്പ് എന്തായി പോവും? പാർഷ്യലായി പോവും, ഒരാളുടെ പക്ഷത്തായി പോവും. അത് വരാതിരിക്കാൻ രണ്ടുപേരെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ആരായി നിൽക്കേണ്ടത്? മീഡിയേറ്ററായി, മധ്യസ്ഥനായി നിൽക്കേണ്ടത്. നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത അറിയാമോ? ഒരേ സമയം അവൻ ദൈവമാണ്, ഒരേ സമയം അവൻ മനുഷ്യനുമാണ്. അതുപോലെ നിൽക്കുവാൻ യോഗ്യനായി
വേറെ ആരും ഈ പ്രപഞ്ചത്തിൽ ഇല്ല, സ്വർഗത്തിലുമില്ല, ഭൂമിയിലുമില്ല. ഞാൻ സദസ്സിനോട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് യേശു മധ്യസ്ഥനായി മാറിയത്? ഉത്തരം പറയാമോ? ഏറ്റവും ആവശ്യമുള്ള ഗുണം അവനുണ്ട്. എന്താണ് ആവശ്യമുള്ള ഗുണം? രണ്ട് പാർട്ടികളുടെയും ക്വാളിറ്റീസ് അവനുണ്ട്. രണ്ടുപേരെയും അവന് മനസ്സിലാക്കാൻ കഴിയും. ഏതൊക്കെയാണ് രണ്ട് പാർട്ടികൾ? ദൈവവും മനുഷ്യരും. യേശു ദൈവമായതുകൊണ്ട്, ദൈവസ്വരൂപത്തിൽ ഇരുന്നത് കൊണ്ട് അവന് ദൈവത്തെ മുഴുവനായും അറിയാം. എന്നാൽ ദൈവമായ യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മനസ്സിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഒത്തിരി തീച്ചൂളയുടെ അനുഭവത്തിലൂടെ പോകുന്നവരാണ്. പക്ഷേ ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാകണമെന്നില്ല, പക്ഷേ യേശുവിന് മനസ്സിലാകും. കാരണം എന്നറിയാമോ? അവൻ ഗെത്സമനയിലൂടെ പോയവനാണ്. അത്രയും മനപ്രയാസം അനുഭവിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതിഭയങ്കരമായ മാനസിക പ്രയാസത്തിലൂടെ പോകുന്ന സഹോദര, സഹോദരി, യേശു ഇന്ന് നിന്നെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്നു. കാരണം യേശു ശരീരത്തിലിരിക്കുമ്പോൾ അതിഭയങ്കരമായ പ്രാണവേദന പോലെ, അതിഭയങ്കരമായി മരിച്ചു പോകത്തക്ക രീതിയിലുള്ള മനപ്രയാസങ്ങളിലൂടെ പോയി തൻ്റെ രക്തക്കുഴലുകൾ പൊട്ടി, വിയർപ്പ്, ആ വിയർപ്പ് പുറത്തേക്ക് വരുന്ന സുഷിരങ്ങളുടെ രക്തവും വിയർപ്പും മിക്സ് ചെയ്ത് വലിയ ചോരത്തുള്ളികൾ പോലെ താഴെ വീണു. അത്രയും മനപ്രയാസത്തിലൂടെ പോയവനാണ് യേശു. സഹോദരി, നിന്റെ കണ്ണുനീർ യേശു കാണുന്നു. നിന്റെ മനപ്രയാസം, ഗദ്ഗതങ്ങൾ യേശു കാണുന്നു. നിന്റെ നെടുവീർപ്പുകൾ യേശു കാണുന്നു. നെരിപ്പോട് പോലെയുള്ള അനുഭവങ്ങൾ യേശു കാണുന്നു. ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, കരുണ കാണിക്കുവാൻ യേശുവിന് സാധിക്കും. നീ എത്ര ലിറ്റർ കണ്ണുനീർ ഈ ഭൂമിയിൽ പൊഴിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ യേശു നിനക്ക് വേണ്ടി പൊഴിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു ഈ ഐഹിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുകയും ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തെങ്കിൽ നിനക്കും ഉത്തരം വരുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. കാരണം പിതാവിന്റെ സന്നിധിയിൽ വലതുഭാഗത്തിരുന്നു കൊണ്ട് അവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭൂമിയിൽ ആരുമില്ലെന്ന് പറയരുത്. ഭൂമിയിലല്ല, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് യേശു നിനക്ക് വേണ്ടി പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വിടുതലിന്റെ ദിവസങ്ങൾ 2013 വന്നെത്തിയിരിക്കുക. കരങ്ങളുള്ളവർ കൈകളെ അടിച്ച് പുതിയ നിയമത്തിന്റെ ഉടമസ്ഥനായി, ഉടമ്പടിയുടെ മധ്യസ്ഥനായി യേശുവിനെ ആരാധിച്ചാൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് യേശുവിൽ വിശ്വാസമുണ്ട്? ഇന്നു മുതൽ വിശ്വസിക്കുക. യേശു നിനക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇന്നും രാപകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് പറയരുത്. യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. 1,00,000 കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കും ദൈവത്തിനും മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് 1,00,000 കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടും. ഒരു കോടതിയിലും രക്ഷപ്പെടില്ല. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലുണ്ട്. ആ വക്കീലാണ് യേശു. അവൻ പറയും, അവർക്ക് വേണ്ടി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി കാൽവരിയിൽ ഞാൻ മരിച്ചതുകൊണ്ട് അവളെ വെറുതെ വിട്ടേക്ക്, ഞാൻ ആ ശിക്ഷ സഹിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവിൽ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ആരും നരകത്തിൽ പോകില്ല. ഒന്നുകൂടി പറയട്ടെ, എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുന്ന, യേശു എൻ്റെ വീണ്ടെടുപ്പാണ്, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, യേശു എൻ്റെ വീണ്ടെടുപ്പ് വിലയാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എനിക്ക് വേണ്ടി പാപമായി തീർന്നു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നശിച്ചു പോകുകയില്ല. കാരണം യേശു നിന്റെ പാപക്കടങ്ങൾ മുഴുവൻ വീട്ടിക്കഴിഞ്ഞു. തുടർന്ന് ആ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, Now that he has died as a ransom
to set them free from the sins committed under the first covenant. ഇപ്പോൾ ഈ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു വീണ്ടെടുപ്പ് വിലയായി മാറിയതുകൊണ്ട് ചെയ്തിട്ടുള്ള സകല ആദ്യത്തെ ഉടമ്പടി പ്രകാരം ചെയ്തിട്ടുള്ള സകല പാപത്തിൻ്റെ കീഴിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുവാൻ യേശു ശക്തനാണ്. 2 കണ്ണുകളും തുറന്ന് 2 കാതുകളും തുറന്ന് ഒരു നിമിഷം നേരെ എന്നെ നോക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ പാപത്തിൻ്റെ പിടിയുണ്ടോ, ക്ലച്ചസ് ഓഫ് സിൻ ഉണ്ടോ, അതിൽ നിന്നും മുഴുവനിൽ നിന്നും ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ദുശ്ചിന്തകളിൽ നിന്നും സകലത്തിൽ നിന്നും വിടിവിക്കുവാൻ സ്വതന്ത്രമാക്കുവാൻ യേശുവിൻ്റെ കയ്യിൽ വിടുതൽ ഉണ്ട്. പാപത്തിൻ്റെ എല്ലാ പിടുത്തത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രമാക്കുവാൻ യേശു നമുക്ക് ഒരു വീണ്ടെടുപ്പ് വിലയായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില സത്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കുമോ? പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എത്രയൊക്കെ ശ്രമിച്ചിട്ട് എനിക്കത് ഗതിയില്ലാത്തത്, എന്തുകൊണ്ടാണ് ഒരു വിടുതലില്ലാത്തത്, എന്നിതിൽ നിന്ന് പുറത്തു വരും? ഇങ്ങനെ ഒത്തിരി പ്രയാസപ്പെടുന്ന ഒത്തിരി പേരില്ലേ? ചെറുപ്പകാലം മുതൽ ഒരു മനുഷ്യൻ സഹിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും വലുതാണ്. ചിലരൊക്കെ പറയും, എൻ്റെ അപ്പനും അമ്മയും കാരണമാണ് ഞാനിത് മൊത്തം സഹിക്കുന്നത്, അവർ ശരിയായിരുന്നെങ്കിൽ എനിക്ക് ഇത് വരില്ലായിരുന്നു. ചിലർ പറയും, ഇന്നയാൾ വഞ്ചിച്ചത് കൊണ്ടാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. പലരെയും നമ്മൾ കുറ്റമാരോപിക്കും. ഈ കുറ്റാരോപണം തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. ബ്ലെയിം ഷിഫ്റ്റ്. അവിടെ വെച്ചാണ് ആദം പറഞ്ഞു, ഇവള് നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന ഈ സ്ത്രീ തന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. സ്ത്രീ പറഞ്ഞു, ഈ പാമ്പാണ് ഇത് ചെയ്തത്. ആരും കുറ്റം സമ്മതിക്കാൻ തയ്യാറല്ല. ഇതാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും യഥാർത്ഥ മൂലകാരണം നാം വിരൽ ചൂണ്ടുന്ന വ്യക്തികൾ അല്ല. ശ്രദ്ധിക്കുക, നാം വിരൽ ചൂണ്ടുന്ന വ്യക്തികളല്ല, നമ്മളുമല്ല. ഇതിൻ്റെ പ്രധാന കാരണം പാപമാണ്. പാപത്തിന് എവിടെ പരിഹാരം ഉണ്ടാകുമോ ബാക്കിയുള്ള സകലത്തിനും പരിഹാരം ഉണ്ടാവും. നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും മൂലകാരണം, കാരണങ്ങൾ പലത് കാണും, മൂലകാരണം റൂട്ട് കോസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പാപമാണ്. അതിൽ നിന്നും പുറത്തെടുക്കാൻ യേശുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. ഒത്തിരി പേർ പശ്ചാത്തപിക്കുന്നുണ്ട്, അനുതപിക്കുന്നുണ്ട്, മാത്രമല്ല പ്രായച്ചിത്തമായി പലതും ചെയ്യുന്നുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു, ഒരു ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി 100 ഇരട്ടി കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാം. ഇതുകൊണ്ടൊന്നും പരിഹാരം വരുന്നില്ല. പൂർണ്ണമായി പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ സാധിക്കുന്നത് യേശുവിന് മാത്രമാണ്. ആ യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. അങ്ങനെ മധ്യസ്ഥം വഹിക്കുന്ന യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ രക്ഷപ്പെടും. പലരും, അയ്യോ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. ഉത്തരം പറയാം, പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് പേർ ഭൂമിയിലുണ്ട്. അവർക്കെല്ലാവർക്കും വ്യത്യാസം വരുന്നുണ്ടോ? ഒരു വ്യത്യാസമില്ലാതെ എത്രയോ പേർ ജീവിക്കുന്നു. അതിലല്ല. അതിൻ്റെ സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യത്യാസം വരണോ, ജീവിതത്തിൽ ഉയർച്ച വരണോ, ആഗ്രഹിക്കുന്നത് പോലെ വളരണോ, ഒരൊറ്റ കാര്യം മാത്രം, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന യേശുവിനോട് പൂർണ്ണമായും കൂറുചേരുമ്പോൾ, യേശുവിന് വേണ്ടി മാത്രം ഹൃദയം സമർപ്പിക്കുമ്പോൾ, അന്ന് മുതൽ ജീവിതത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങും.
ഇദ്ദേഹത്തിൻ്റെ പേര് സഞ്ജു എന്നാണ്, കാക്കനാട് നിന്നാണ് വരുന്നത്. ഇത് 2 ആഴ്ച മുൻപ് ഇദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയ തടിപ്പുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിൽ തന്നെയുള്ളൊരു തടിപ്പുണ്ടായിരുന്നു. അതിൻ്റേതായ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമാണെന്നാണ് ഇവർ കരുതിയത്. ഇവർ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ശാരീരികമായിട്ട് ഒത്തിരി ക്ഷീണങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഒത്തിരി വിഷമിച്ച് 2 ആഴ്ച അദ്ദേഹം ജീവിച്ചു. എന്നാൽ കഴിഞ്ഞ സൺഡേയിൽ സംഭവിച്ച ഒരു കാര്യം, കഴിഞ്ഞ സൺഡേയിൽ ഇവർ പോരാൻ വേണ്ടി ഡ്രസ്സ് മാറി ഇറങ്ങിയതാണ്. പക്ഷേ ഒട്ടും വയ്യാതിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്റർ മാത്രം ഇവിടെ സൺഡേയിൽ ആരാധനയ്ക്ക് വന്നു. പക്ഷേ ഇവിടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷമാ സിസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞു. വയറിൻ്റെ ഭാഗത്ത് തടിപ്പുള്ളൊരു വ്യക്തിയെ, ബ്ലഡിൽ കൗണ്ട് കുറവുള്ളൊരു വ്യക്തിയെ സൗഖ്യമാക്കുന്നുവെന്ന് അത് തന്നെ വിളിച്ചു പറഞ്ഞു. സഹോദരി അത് വിശ്വസിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം സൗഖ്യവാനായിരിക്കുന്നതായിട്ട് ദൈവം ഇടവരുത്തി. ഒത്തിരി പേർക്ക് സംശയമുണ്ട്, പേര് വിളിച്ചു പറയുമ്പോൾ, കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ നടക്കുന്ന ഒരാളാണോ അല്ലെ നടക്കുന്ന ഒരു സംഭവമാണോ എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവിന് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാന് നിങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടും പേരും അറിയാമെങ്കിൽ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും അറിയാം. ഹല്ലേലൂയ. എത്ര പേർ കൈ നീട്ടി ഈ ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നന്മയും അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ? ഗോഡ് ബ്ലെസ് യു. നാം ഒരുമിച്ച് ചേർന്ന് ഇനി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സന്ദേശത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വേദവചനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി നഷ്ടപ്പെട്ടിട്ട് അനേകം മാസങ്ങളായി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആരൊക്കെയോ കർത്താവിനെ കാണിക്കുന്നു. കർത്താവ് പറയുന്നു, ഈ മാസത്തിൽ തന്നെ അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള വഴികൾ ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. നന്മകൾ തുറന്നു വരട്ടെ. കർത്താവേ, ദൈവമേ, എല്ലാ സാമ്പത്തിക കെടുതികളും ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന വ്യക്തികൾ, ചില സ്ഥലത്തൊക്കെ പണം കൊടുക്കാനുണ്ടായിട്ട് നിങ്ങൾക്ക് സമയത്ത് അത് എത്തിക്കാൻ സാധിക്കാത്ത നിമിത്തമായി പലപ്പോഴും നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പത്രോസ് ചൂണ്ടിയിട്ടപ്പോൾ ആ ചൂണ്ടലിൽ ഒരു മത്സ്യത്തിനകത്ത് 4 ചതുർദ്രഹ്മ പണം ഇരുന്നത് പോലെ കർത്താവിനൊരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. വിശ്വസിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ പണം ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ അത് വന്ന് ചേരട്ടെ. കർത്താവെ, തടസ്സങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എപ്പോഴും മനം പിരട്ടുന്നത് പോലെ, ഛർദ്ദിക്കാൻ തോന്നുന്നത് പോലെ നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ വയറിനകത്ത് ചില പ്രശ്നങ്ങളാണെന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പുറമേയുള്ള ആ ഭാഗത്തിന് സംഭവിച്ച ചില തകരാറുകളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ അകം ഭാഗത്ത് ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ, വിടുതൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും രക്തം നിലയ്ക്കാത്ത ആ അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ രക്തം കർത്താവെ ആ ഭാഗത്ത് ഞാൻ ഒഴിക്കുന്നു. ആ വ്യക്തിയുടെ രക്തവുമായി യേശുവിൻ്റെ രക്തത്തെ ഞാൻ മിക്സ് ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ ആ രക്തത്തിനകത്തുള്ള കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. ചുണ്ടിന് ചുറ്റും വല്ലാത്ത അലർജി അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ കാണുന്നു. കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചുണ്ടിന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, എന്തിന് വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത പോലെ അലർജി വന്ന് നിൽക്കുന്ന വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇറങ്ങി വരട്ടെ. വല്ലാത്ത നടുവേദനകൾ, പുറം വേദന, വല്ലാത്ത വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും, പക്ഷേ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ഡിസ്കിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവുമില്ല, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നു, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെയാണ് ഞാൻ കാണുന്നത്. കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പൈതൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്നും നാളെയും സൗത്ത് കരോളിനിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ഗ്രീൻവില്ലിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവിടെ പ്രത്യേകമായി വിമൻസ് കോൺഫറൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതനുസരിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും വരണം. ആ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കണം, എത്തിച്ചേരണം. നിങ്ങൾ നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞായറാഴ്ച വൈകിട്ട് ന്യൂയോർക്കിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിലേക്കും നിങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ കുടുംബമായി നിന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വരണം. ആ മീറ്റിങ്ങിൽ ഒരു വലിയ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരിക. ഇനി അടുത്ത തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.